ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇനി 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ 3 പാഠങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണുക. ഇനി 4ാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതുവരെ ചെയ്ത പാഠങ്ങളെക്കാട്ടിയും ഈസി ആയിട്ട് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇനി ഇവിടെ 4 ബാഗുകൾ വെച്ചിട്ടുണ്ട്. 4 ബാഗിലും 10 മുത്തുകൾ വീതമാണ് ഉള്ളത്. ഇതിന്ന് ഈ ഓരോ ബാഗിൽ നിന്നും നിങ്ങളോട് ഒരു ചുവന്ന മുത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ഏത് ബാഗായിരിക്കും അതും ചൂസ് ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും കൂടുതൽ ചുവന്ന ബോളുകളുള്ള ബാഗായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ബാഗ് ഏതാണ് നമ്മളിങ്ങനെ മാത്തമാറ്റിക്കലി എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആദ്യം തന്നെ ചെയ്യാനുള്ളത്. പാഠത്തിൻ്റെ പേര് സാധ്യതകളുടെ ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ചാൻസ്, സാധ്യത അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഡെയിലി ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം എഴുതി അത് പാസ്സാവാനും തോൽക്കാനും ചാൻസ് ഉണ്ട്, സാധ്യത ഉണ്ട്. ഇനി ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ് ആവാനും ചാൻസ് ഉണ്ട്, ടെയിൽ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാൻസിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ക്ലാസ്സിലൊക്കെ ഒരു കേക്കിനെ, ഇതൊരു കേക്കാണെങ്കിൽ ഒരു കേക്കിനെ 3 കഷ്ണാക്കി അതിൽ ഞാൻ ഒരു ഭാഗം കളർ ചെയ്ത് അത് നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതുക, മൊത്തം 3ൽ 1 ഭാഗം. ഈ 1 എന്താണ്, ഈ കളർ ചെയ്ത ഭാഗമാണ്. 3 എന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചാൻസസിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ചാൻസിനെ എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബാഗിൽ നിന്ന് ചുവന്ന ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആകെ 10 ബോൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഡിനോമിനേറ്ററിൽ എഴുതുക. റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് അല്ലേ അറിയേണ്ടത്, എത്ര ബോൾ ഉണ്ട്, 1 ബോളേ ഉള്ളൂ. അപ്പോൾ 10/1/10, 10ൽ 1 ഭാഗം. അപ്പോൾ ഈ രണ്ടാമത്തെ ബാഗിലേക്ക് പോവുകയാണെങ്കിൽ മൊത്തം 10 ബോൾ ഉണ്ട്, അതിൽ 3 എണ്ണം റെഡ്. ഈ 3/10 നമുക്ക് എങ്ങനെ എഴുതാം, 1/10 3 പ്രാവശ്യം കൂട്ടിയതാണ്. എങ്ങനെ 1/10 പ്ലസ് 1/10 പ്ലസ് 1/10. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, മൊത്തം 10 ബോൾസ്, അതിൽ 5 എണ്ണാണ് റെഡ് ഉള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി ചെറുതാക്കാം. 2 × 5 ആണ്, 1 × 5 ആണ് 5, 2 × 5 ആണ് 10. 5ഉം ക്യാൻസലായ ബാക്കി 1/2 ചാൻസ്. അപ്പോൾ വൈറ്റ് ബോളും റെഡ് ബോളും കിട്ടാൻ ഈക്വൽ ചാൻസ് ഉണ്ട്, 50-50 ചാൻസസ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ബാഗിലേക്ക് പോവുകയാണെങ്കിൽ മൊത്തം 10 ബോൾസ്, അതിൽ റെഡ് 1 2 3 4 5 6 7 ബോൾസ് ആണ് റെഡ് ഉള്ളത്. അപ്പോൾ ഇതിൽ ചാൻസ് കിട്ടാനുള്ളത് 7/10 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് ഒറ്റയടിക്ക് ചിത്രം നോക്കി പറയാം ഏതാണ്, ഈ ചുവന്ന ബോളാണ്. ഈ മാത്തമാറ്റിക്കലി എത്ര, ഈ 4 ബാഗ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1/10, 3/10, 5/10, അതിന് 1/2 എന്ന് എഴുതാം, ഈക്വൽ ടു 5/10 ആണ്. പിന്നെ 7/10. ഇതിൽ ഏതാണ് വലുത് നമുക്ക് എങ്ങനെ പറയാം, ഈ ബാഗ് നോക്കി പറയുകയാണെങ്കിൽ ഇതാണെന്ന് ഒറ്റയടിക്ക് പറയാം. ഇതിലാണെങ്കിലോ 7/10 നമുക്ക് എങ്ങനെ മനസ്സിലാവുക, ഇതിൽ ഏറ്റവും വലിയ നമ്പർ നോക്കിയിട്ടാണ് ഇതിൽ ഏത് വലുതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കി നോക്കാം. ഇനി നമുക്ക് ഈ 2 ബാഗുകൾ നോക്കി നോക്കാം. ഈ ബാഗിൽ ആകെ എത്ര ബോൾസ് ഉണ്ട്, 1 2 3 4 5 6 7 ബോൾസ് ഉണ്ട്. അപ്പോൾ ഈ ബാഗിൽ ആകെ 7 ബോൾസ് ആണ് ഉള്ളത്. അതിൽ എത്ര എണ്ണം റെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എത്ര എണ്ണം, 5, 1 2 3 4 5. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, 5/7 എഴുതാൻ വേണ്ടി പറ്റും. ഈ ബാഗിലാണെങ്കിൽ ആകെ 1 2 3 4 5 6 7 8 9 ബോൾസ് ഉണ്ട്. ആ 9 ബോൾസിൽ 1 2 3 4 5 6 7 ബോൾസ് ആണ് റെഡ്. ഇതിൽ ഏതാണ് വലുതെന്ന് എങ്ങനെ നോക്കുക, ഇതിൽ ഈ ആദ്യത്തേൽ 5/7, സെക്കൻഡ് ബാഗിൽ 7/9. ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, രണ്ടും ഡിനോമിനേറ്റർ ഡിഫറെൻറ്റ് നമ്പറാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്ത് ഗുണിക്കുക. 5 × 9 45,
7 × 7 49 അല്ലേ? അപ്പോൾ ഇതിൽ നോക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ ഏത് നമ്പറാണോ വലുത് ആ ബാഗായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 49 ആണ്. അപ്പോൾ സെക്കൻഡ് ബാഗ് അല്ലെ, 7/9 എന്ന് പറഞ്ഞ സെക്കൻഡ് ബാഗിൻ്റെ ആണ്. അപ്പോൾ സെക്കൻഡ് ബാഗിൽ നിന്ന് ബോളുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ ചാൻസ്, റെഡ് കിട്ടാനുള്ള ചാൻസ്. അതെങ്ങനെ നോക്കുമ്പോൾ, സംഖ്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബാഗിൽ നേരിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ഭാഗത്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തുകളും 4 വെളുത്ത പന്തുകളും, ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്, വെളുത്തതാകാനോ? എ ബോക്സ് കണ്ടെയ്ൻ 6 black and 4 white balls. If a ball is taken from it, what is the probability that it is black and the probability that it is white? പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് സാധ്യത തന്നെയാണ്. അപ്പോൾ ഒരു ബാഗ് ഉണ്ട്, ഇതൊരു ബാഗ്. ആ ബാഗിൽ 6 ബ്ലാക്ക് ബോൾസ്, 6 ബ്ലാക്ക് ബോളും അതേപോലെ തന്നെ 4 വൈറ്റ് ബോൾസുകളാണ് ഉള്ളത്. അപ്പോൾ 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും ഉണ്ട്. ടോട്ടൽ എത്ര ബോളുണ്ട്? 4 + 6 + 4 = 10 ബോൾസ് ആണുള്ളത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര, വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്ര. അപ്പം നമുക്ക് എഴുതാം, പ്രോബബിലിറ്റി എനിക്ക് പി എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എഴുതുക ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾസ്. മലയാളത്തിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് കറുത്ത പന്ത് എഴുതുക. ഇതെങ്ങനെ, നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലാണ് എഴുതുക. അപ്പോൾ ആകെ എത്ര ബോൾ ഉണ്ട്? 10 ബോൾസ്. അത് ഡിനോമിനേറ്ററിൽ എഴുതി. ബ്ലാക്ക് ബോൾസിൻ്റെ ചാൻസ് എത്രയാണ്? 6. ഇനി 6നെയും 10നെയും നമുക്കിതിനെ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ 3 × 2 ആണ് എന്ത്, 6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 എന്ന് എഴുതാം. 5 × 2 ആണ് 10. അപ്പോൾ 10ൻ്റെ പകരം 5 എഴുതി. അപ്പോൾ കറുത്ത പന്ത് കിട്ടാനുള്ള ചാൻസ് 3/5 ആണ്. അടുത്തത് നമുക്ക് വെളുത്ത പന്താണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾസ്, പ്രോബബിലിറ്റി ഓഫ് വെളുത്ത പന്ത് ഈക്വൽ ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 10 ബോള്. അതിൽ 4 ആണ് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, 4ഉം 10ഉം ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവും? 2ൻ്റെയിൽ പോവും. അപ്പോൾ സ്മോളസ്റ്റ് രൂപത്തിലേക്ക് ആക്കുമ്പോൾ 2 × 2 ആണ് 4, 2 × 5 ആണ് 10. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/5. അപ്പോൾ കറുത്ത പന്ത് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അതേപോലെ തന്നെ വെളുത്ത പന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി 2/5 ആണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? If a ball is drawn from the first bag, what is the probability that it is red? നമുക്ക് ആദ്യ ചോദ്യം വരെ ചെയ്യാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 സഞ്ചികളുണ്ട്. ആദ്യത്തെ സഞ്ചിയിൽ 3 ചുവന്ന ബോള്, അതേപോലെ തന്നെ ഗ്രീൻ ബോൾസ് 7 എണ്ണം. ഇതാണ് ഫസ്റ്റ് ബാഗ്. സെക്കൻഡ് ബാഗിൽ ചുവന്ന ബോള് 8 എണ്ണം, അതേപോലെ തന്നെ ഗ്രീൻ ബോൾസ് 7 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ കണ്ടുവയ്ക്കുക. 3 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 10 ബോൾസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ടോട്ടൽ 15 ബോൾസ് ആണ് ഉള്ളത്. നമ്മളോട് ഒന്നാമത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സഞ്ചിയിൽ നിന്നാണ്. ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്തു കഴിഞ്ഞാൽ അത് ചുവന്നതാവാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് റെഡ്
ഇൻ ഫസ്റ്റ് ബാഗ്. പ്രോബിലിറ്റി ഓഫ് ചുവന്ന പന്ത് ഫസ്റ്റ് ബാഗ് അല്ലെങ്കിൽ ഫസ്റ്റ് സഞ്ചി എന്ന് എഴുതിയാൽ മതി. ഈക്വൽ. അപ്പോൾ ആകെ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ്. അതിൽ എത്ര എണ്ണമാണ് റെഡ്? 3. അപ്പോൾ 3 മേലെ എഴുതുക. ഇനി 3യും 10ഉം പോണ മൾട്ടിപ്ലിക്കേഷൻ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനി സ്മോളസ്റ്റ് രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം 3/10 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നെടുത്താലോ? ഫ്രം ദ സെക്കൻഡ് ബാഗ്. അതായത് ഈ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇൻ സെക്കൻഡ് ബാഗ്. പ്രോബബിലിറ്റി ഓഫ് ചുവന്ന പന്ത് സെക്കൻഡ് സഞ്ചി ഈക്വൽ ടു സെക്കൻഡ് ബാഗിൽ ടോട്ടൽ എത്ര പന്തുകളുണ്ട്? 15. അതിൽ നിന്ന് റെഡാണ് എടുക്കേണ്ടത്. അപ്പോൾ 8/15. 8ഉം 15ഉം പോണ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. അപ്പോൾ ഉത്തരം തന്നെ വരിക 8/15. ഇനി മൂന്നാമത്തെ ചോദ്യം, 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? The balls in both bags are put together in a single bag. If a ball is drawn from this, what is the probability that it is red? ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 ബാഗത്തെയും ബോളുകൾ എന്ത് ചെയ്യാണ്? ഒരു സഞ്ചിയിലിടുകയാണ്. ആദ്യത്തെ ബാഗിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 3. രണ്ടാമത്തെ ബാഗിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 8. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 3 + 8 11. ഇനി ഗ്രീൻ ബോൾസ്, ആദ്യത്തേൽ 7, രണ്ടാമത്തേൽ 7. അപ്പോൾ ടോട്ടൽ 14 ബോൾസ്. അപ്പോൾ തന്നെ ഗ്രീൻ 14. ഇനി ടോട്ടൽ കണ്ടുപിടിക്കുക. 11ഉം 14ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 25 ബോൾസ് ആണ് ഉണ്ടായിരിക്കുക. 2 സഞ്ചിയിലും ഒരു സഞ്ചിയിലാക്കി കഴിഞ്ഞാൽ ചുവന്നതാകാനുള്ള ചാൻസ്. അപ്പോൾ എങ്ങനെ എഴുതുക? പ്രോബിലിറ്റി ഓഫ് റെഡ് ഇൻ ഈ ബാഗിന് എന്ത് കൊടുത്തു? തേർഡ് ബാഗ് എന്ന് കൊടുത്തു. ഇൻ തേർഡ് ബാഗ് പ്രോബിലിറ്റി ഓഫ് ചുവന്ന പന്ത് തേർഡ് സഞ്ചി അല്ലെങ്കിൽ മൂന്നാമത്തെ സഞ്ചി നേടിക്കോളൂ. സഞ്ചി. അപ്പോൾ ആകെ എത്ര ബോളുണ്ട്? 25 ബോള്. അതിൽ റെഡ് എത്രയാണ്? 11. 11ഉം 25ഉം പോണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സെയിം ഇല്ല. അപ്പോൾ ഉത്തരം വരിക 11/25. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ്. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്? എ ബാഗ് കണ്ടെയ്ൻ 3 red beads and 7 green beads. Another bag contain 1 more of each. The probability of getting a red from which bag is greater? അതായത് 2 സഞ്ചികളുണ്ട്. ആ 2 സഞ്ചിയിലും ആദ്യത്തെ സഞ്ചിയിൽ 3 റെഡ്, ഫസ്റ്റ് സഞ്ചിയിൽ 3 റെഡ്, അതേപോലെ തന്നെ ഗ്രീൻ 7 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ സഞ്ചിയിൽ ഈ ആദ്യത്തെ സഞ്ചിയിൽ എത്ര എണ്ണം ഉണ്ടോ? 1 കൂടുതൽ. അപ്പോൾ ആദ്യത്തെ സഞ്ചിയിൽ റെഡ് എത്ര എണ്ണം ഉണ്ട്? 3. അത് കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 4 എണ്ണം. രണ്ടാം സഞ്ചിയിൽ ഗ്രീൻ, ഫസ്റ്റ് സഞ്ചിയിൽ 7 എണ്ണം, 1 കൂട്ടിക്കഴിഞ്ഞാൽ 8 എണ്ണം. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ബാഗിൽ ടോട്ടൽ ബീഡ്സ് എന്ന് പറഞ്ഞാൽ 10 എണ്ണം. രണ്ടാമത്തെ ബാഗിൽ ടോട്ടൽ ബീഡ്സ് എത്ര ഉണ്ടാവും? 12 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചുവന്ന ബോളാണ് കിട്ടേണ്ടത്. അപ്പോൾ ഏതിൽ നിന്നാണ് എടുക്കേണ്ടത് കൂടുതൽ കിട്ടാൻ ചാൻസ് എന്ന് കണ്ടുപിടിക്കാൻ ഓരോ ബാഗത്തെയും ചാൻസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ബാഗിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം
ഫസ്റ്റ് ബാഗ്. പ്രോബിലിറ്റി ഓഫ് ചുവന്ന പന്ത്, ചുവന്ന മുത്ത്. ബാഗ്, ചുവന്ന മുത്ത്. ഫസ്റ്റ് സഞ്ചി, ഇവിടെ ബാഗാണ്, ഈക്വൽ ടു. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ ആദ്യത്തെ ബാഗിൽ എത്ര ഉണ്ട് ടോട്ടല്? 10. അതിൽ റെഡ് എത്ര ഉണ്ട്? 3. അപ്പോൾ 3/10 ആണ് ഫസ്റ്റ് ബാഗ്. ഇനി സെക്കൻഡ് ബാഗ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം സെക്കൻഡ് ബാഗ്. പ്രോബിലിറ്റി ഓഫ് ചുവന്ന പന്ത്, ചുവന്ന മുത്താണ്, ചുവന്ന മുത്ത്. സെക്കൻഡ് ബാഗ്, സെക്കൻഡ് സഞ്ചി. രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ട്? ചുവപ്പ് 4. ടോട്ടൽ എത്രയാണ്? 12. 12, 4. 4/12 വന്ന് ഈ 4ഉം 12ഉം ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവും? 4ൻ്റെയിൽ പോവും. അപ്പോൾ 1 × 4 4, 3 × 4 ആണ് 12. അപ്പോൾ 1/3. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ ചാൻസ് 3/10, സെക്കൻഡ് ബാഗിൽ 1/3. നമുക്ക് ഇതിൽ ഏതാണ് വലുത്, ഏത് വേഗത്തെയാണ് വലുത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പോൾ 3/10ഉം 1/3 ആണ്. അപ്പോൾ നമ്മൾ ഏതാ വലുത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ഡിനോമിനേറ്റർ എന്തല്ല? സെയിം അല്ല. അപ്പോൾ ക്രോസ് ചെയ്യുക. 3 × 3 9, 10 × 1 10. അപ്പോൾ ഇതിൽ 10 സെക്കൻഡ് ബാഗിൽ, ഫസ്റ്റ് ബാഗിൽ 9 ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത്? സെക്കൻഡ് ബാഗ് ആയിരിക്കും വലുത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം സെക്കൻഡ് ബാഗ് ഈസ് ഗ്രേറ്റർ. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തെ സഞ്ചിയാണ്. ഇതില് നമ്മൾ ആദ്യത്തെ 3 ചോദ്യം വരെ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റും ചെയ്യണം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.